ഹലോ. അപ്പോഴേ വൈകിട്ടത്തെ ചായക്ക് നല്ല അടിപൊളി ഒരു ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര പുറത്തൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഉള്ളി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളിവട. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3 ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഈ പറയുന്ന ഒരു ഐറ്റം വളരെ ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നല്ല പോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്, നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയാണ്, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം, അപ്പോൾ ഒന്നുകൂടെ ആ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ 2 അല്ലി കറിവേപ്പില, കറിത്തണ്ട് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നല്ല പോലെ കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എന്ത് ചെയ്യാം, നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ ഉള്ളിൽ അരി കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അല്ലാണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്, ചെറിയ എരിവിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മാവ് കൂട്ടൽ, അതിലാണ് എല്ലാം കിടക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇച്ചിരി മൈദ എടുക്കുന്നുണ്ട്, ഒരു 1.5 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികളുള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി, ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ ഈ പൊടി ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ചേർക്കുന്നതിന് മുൻപ് തന്നെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തി കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തരിച്ചെടുക്കാം. പിന്നെ വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതെനിക്കും വലിയ പിടുത്തല്ല, പക്ഷേ എൻ്റെ ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഒരു പക്ഷേ ഒരു നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളിതുവരെ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കുറച്ച് ഉടഞ്ഞ് അതുപോലെ തന്നെ വേറെ വേറെ ആയിട്ട് കിട്ടും. നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് കുറച്ച് അടുപ്പിച്ചല്ലേ ഉണ്ടാവുക, അതിൽ നിന്ന് വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവറും എന്തായാലും ഒരു പൗഡറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അത് നല്ലപോലെ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ മാക്സിമം ഈ ബേക്കിംഗ് സോഡ അതുപോലെ ഓയിൽ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ. വലിയവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നല്ല ഞെരടി നല്ലൊരു അമർത്തി, ആരോടെങ്കിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന്മേൽ തീർത്താൽ മതി, അപ്പോൾ സെറ്റായിക്കോളും. അപ്പോൾ നല്ലപോലെ ഇളക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാനും എന്താകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡക്കും ബേക്കിംഗ് പൗഡറിനൊക്കെ പകരമായിട്ട് ഒന്ന് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊരു നല്ല മുരുമുരാന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കോഴിമുട്ട. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പാച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. പക്ഷേ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഹൈജീനിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ചപ്പാത്തിയും പത്തിരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1-2 കറിവേപ്പിലയുടെ തണ്ടും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്നതാണ് കേട്ടോ. വീട്ടിലാട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ തേങ്ങ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും പിശുക്കൊന്നും കാണിക്കേണ്ട, അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിൻ്റെ ശേഷം കുറച്ചായിട്ട് എന്ത് ചെയ്യുക, കയ്യിലെടുത്തിട്ടോ സ്പൂണിലെടുത്തിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു വേ ഏതാണോ അത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന ആളുകളാണെങ്കിൽ കയ്യിലേക്കൊക്കെ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പൂണിലോ കയ്യിലൊക്കെ കോരി എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തിരിക്കാനും മറിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് അത്ര എന്താ പറയുക അൺഹെൽത്തി ആയിരിക്കില്ലല്ലോ. കാരണം നമ്മൾ പഴകിയ എണ്ണയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. കുറച്ചധികമാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയണമല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, സാരമില്ല. നമ്മളെന്തായാലും എന്താക്കിയിട്ടുണ്ട്, ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കടിക്കാനൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കുമല്ലേ. പക്ഷേ എങ്കിൽ അതങ്ങോട്ട് സെറ്റായി കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അതായത് ചില സമയത്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ആ കിച്ചണിലേക്ക് കയറാൻ അത്രയൊരു മൂഡൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സെറ്റായി വരുമ്പോൾ ഒരു ബോധമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചാടി കയറി അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഈ ഉള്ളിവട ഉണ്ടല്ലോ, പുറത്ത് ഭയങ്കര ക്രഞ്ചി, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.